ഇനി 3 റൗണ്ടുകൾ കൂടിയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 20 ബൂത്തുകൾ എണ്ണി തീരുമ്പോൾ ആദ്യ റൗണ്ട് തീരുമ്പോൾ 400 വോട്ട് എന്ന നിലയിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അത് ഉയരുമോ? പക്ഷേ ഈ PV അൻവർ നിലവിൽ അവിടെ ഒരു കരുത്ത് കാട്ടുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. തണ്ണിത്തോടക്കം ഇപ്പോൾ എണ്ണിത്തീർന്ന ബൂത്തുകളിൽ 1588 വോട്ടുകൾ അൻവർ പിടിച്ചു എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അൻവർ ഒരു നിർണായകമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ സ്വാധീനിക്കുന്നതും അൻവറിന്റെ ഒരു ഇത് തന്നെയാണ്. അത് തീർച്ചയായും. കാരണം മറ്റ് 2 മുന്നണികൾ നേടിയതിന്റെ നേർപകുതി അൻവർ അവിടെ നേടി. അതായത് സ്വതന്ത്രനായി നിന്നിട്ട് ഇത്രയും പോകുന്ന ആദ്യം LDF-നെതിരെ തുടങ്ങിയ പ്രചരണം പിന്നീട് ഒരു ഘട്ടത്തിൽ അത് UDF-നെതിരെ ആവുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ 538 ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് ഉയരുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും പറയേണ്ടത്. 538 ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയുടെ ലീഡ് ഉയരുന്നു. എന്തായാലും നേരിയ വ്യത്യാസത്തിൽ എം സ്വരാജ് തൊട്ടുപിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ PV അൻവറും. അതെ തീർച്ചയായും. കാരണം PV അൻവർ 3ാം സ്ഥാനത്തായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. NDA അങ്ങ് താഴെ പോയി. 400 വോട്ടുകളാണ് BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ. വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ചില തരത്തിൽ അടിയൊഴുക്കുകളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ UDF-ലേക്ക് വരുമ്പോൾ നല്ല ലീഡ്, അല്ലെങ്കിൽ നല്ല ലീഡെന്ന് പറയാറായിട്ടില്ല, 538 വോട്ടുകൾക്കാണ് ഇപ്പോൾ മുമ്പിൽ. ആദ്യ റൗണ്ടിനെ സംബന്ധിച്ച് UDF-ന് പ്രതീക്ഷ അത്ര ലീഡില്ല എന്നുള്ളതാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം 538 വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് മുന്നിൽ. പക്ഷേ അതൊരു ചെറിയ മുന്നേറ്റമാണ് എന്നുകൂടി പറയാൻ നമുക്ക് പറ്റില്ല. കാരണം UDF ക്യാമ്പുകളിലൊക്കെ പടക്കം കൊളുത്താനായിട്ട് തന്നെ നിൽക്കുന്നു. ലീഗ് കൊടിയുയർത്തി അവിടെ നിൽക്കുന്നു. അതങ്ങനെ മാറി വരികയാണ്. ആദ്യ റൗണ്ടിലെ ലീഡ് അങ്ങനെ മാറി വരുന്നു. ആദ്യ റൗണ്ട് കഴിഞ്ഞു. വഴിക്കടവിലെ തണ്ണിക്കടവാണ് ആദ്യം എണ്ണിയത്. 14 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴുള്ളൊരു ലീഡ് നിലയാണ്. ഇപ്പോൾ 2ാം റൗണ്ടും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ലീഡ് ആര്യടൻ ഷൗക്കത്തിന് തന്നെയാണ്. ആര്യടൻ ഷൗക്കത്ത് കൊണ്ടുപോകും. പക്ഷേ പ്രതീക്ഷ ലീഡില്ല. ഞാൻ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടപ്പോൾ അവർ അല്ലെങ്കിൽ CPM, ഞാൻ പ്രത്യേകിച്ച് ബിനീഷ് കോടിയേരി എന്നൊരു പോസ്റ്റ് ഇട്ടത് ഇങ്ങനെയാണ്. അതായത് ആദ്യമുള്ള എല്ലായിടത്തും നിലമ്പൂരിലെത്തുമ്പോൾ മാത്രമായിരിക്കും LDF ലീഡിലേക്ക് വരിക. പിന്നീട് കരുളായി ഉണ്ട്, അമരമ്പലമുണ്ട്. അവിടെ എത്തുമ്പോൾ LDF അവിടെ വിജയിക്കും എന്നുള്ളതാണ് ബിനീഷ് കോടിയേരി പറഞ്ഞത്. അത് തന്നെയാണ് LDF ക്യാമ്പിനെയും. ആദ്യം വഴിക്കടവൊക്കെ അങ്ങനെ അങ്ങ് പോട്ടെ, പക്ഷേ അവസാനം എത്തുമ്പോൾ വിജയം LDF-ന് തന്നെയായിരിക്കും. അവർ വലിയ ഭൂരിപക്ഷമൊന്നും പ്രവചിക്കുന്നുമില്ല. 1800 വോട്ട് എന്ന ഒരു നിലയിലാണ്, അല്ലെങ്കിൽ 2000 വോട്ട് എന്ന നിലയിലാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിജയം തങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം അവിടെ എം സ്വരാജിനും അതുപോലെ തന്നെ LDF-നും കൃത്യമായി തന്നെ ഉണ്ട്. UDF-ന് ഇപ്പൊ പ്രതീക്ഷ അത്ര വോട്ട് കിട്ടുന്നില്ലെന്ന് UDF-ന്റെ ഉള്ളിൽ ഒരു സംസാരം നടക്കുമ്പോൾ ആ വോട്ടുകളൊക്കെ എവിടെ പോയെന്നൊരു ചോദ്യം വരും. കാര്യം ഈ ലീഡിലൊന്നും LDF കുലുങ്ങില്ല എന്ന് തന്നെയാണ്. ഇതിലൊന്നും ഞങ്ങൾ കുലുങ്ങില്ല എന്ന് തന്നെയാണ് LDF ക്യാമ്പ് പറയുന്നത്. എന്തായാലും 538 വോട്ടിന്റെ ലീഡാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനുള്ളത്. ഒരു വ്യക്തമായ മേൽക്കൈ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു ലീഡ് ഉയർത്താനായി ആദ്യം കഴിയുമെന്നതാണ് പറയുന്നത്. പക്ഷേ പ്രതീക്ഷിച്ച അത്രയും ഒരു ലീഡ് അവിടെ ആദ്യ റൗണ്ടിൽ അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. എന്തായാലും 2ാം റൗണ്ട് തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പറയേണ്ട കാര്യം, ഈ 2 മുന്നണികൾ LDF-ഉം UDF-ഉം നേടിയ വോട്ട്, അതോടൊപ്പം തന്നെ ഇതിനിടയിൽ കൃത്യമായ രീതിയിൽ തന്നെ വോട്ട് നേടാനായി PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി മുൻ MLA-ക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അൻവറിനെ ഇപ്പോൾ VD സതീശൻ വേണ്ട, അൻവർ ഇല്ലെങ്കിലും ഞങ്ങൾ ജയിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അൻവർ ഇപ്പോൾ പിടിച്ച വോട്ടുകളൊക്കെ കുറഞ്ഞത് ഒരുപക്ഷെ UDF-ൽ നിന്നാണെന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. അപ്പൊ ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയാവുമോ? കാരണം PV അൻവർ വോട്ട് ഭൂരിപക്ഷം ഉയർത്തുവാണെങ്കിൽ ജയം LDF-നൊപ്പം ആയിരിക്കും എന്നാണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന. അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഒരു അടിയൊഴുക്ക് നടന്നിട്ടുള്ളത് എവിടെ നിന്നാണെന്നുള്ള ചോദ്യമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വരും. എന്തായാലും പ്രതീക്ഷ അത്ര വോട്ട് UDF-ന്, അല്ലെങ്കിൽ പ്രതീക്ഷ അത്ര ലീഡ് UDF-ന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അവര് വളരെ വലിയ പ്രതീക്ഷ വെച്ചൊരു റൗണ്ടാണ്. പക്ഷേ 1500 വോട്ടാണ് PV അൻവർ കൊണ്ടുപോയത്. അത് ഒരുപക്ഷെ ഈ പറയുന്ന UDF-ന്റെ ഇതിൽ നിന്ന് തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം ഇപ്പോൾ BJP-യുടെ വോട്ടും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP-യുടെ